ആ ദേവസിച്ചാനോ? ആ പിള്ളേരെന്നാ പറയുന്നടി? ഓ അമേരിക്കയിലോട്ട് ചെല്ലാൻ ഇളയവൻ പറയുന്നുണ്ട്. പോയാ ഒരു തിരിച്ചുവരവ് കണക്കാ. മരിച്ചാ പിന്നെ അവിടെ എവിടെയെങ്കിലും അടക്കപ്പെടണം. അതെങ്ങനാ? വർക്കേച്ചനോട് ഉള്ളപ്പോഴോ? വയസ്സായ പിന്നെ മക്കളല്ലയോ കാര്യങ്ങൾ തീരുമാനിക്കുന്നേ. കുടുംബക്കല്ലറയെ അടക്കണമെന്ന് അവർക്ക് തോന്നിയാ വർക്കിച്ചിൻ്റെ ഒപ്പം കിടക്കാം. അല്ല ഈ അവസ്ഥയിൽ ഇപ്പൊ തന്നെ അമേരിക്കയിലേക്ക് പോണോ? ഞാൻ ആരോട് എന്നാ പറയാനാ ദേവസിച്ചായ? സത്യം പറഞ്ഞ അങ്ങേര് പോയേ പിന്നെ ആകെ ഒരു ശൂന്യതയാ. എടുപ്പിലോ എന്ന് നീട്ടിയുള്ള വിളിയൊന്ന് കേൾക്ക. അതിന് അവനിവിടൊക്കെ തന്നെ ഉണ്ടല്ലോ. ഞാൻ ദേവസിച്ചാന് കുടിക്കാൻ എന്തേലും എടുക്കാം. ബിലോയെ, ഞാൻ അവന്റെ മുറി ഒന്ന് കണ്ടേച്ചു വരാം. ഓ ചെല്ല്. നീ വിഷമിക്കാറ പോട്ടറാ. പോയടാ പോയി. ടിപ്പുവിന്റെ തേര് കെട്ടിയിട്ടിരുന്ന കയറ് കാണുന്നില്ല. അതാണോ കാര്യം? എടാ നിനക്ക് ഓർമ്മയുണ്ടോ? റായ്ക്ക് രാമാനം മൈസൂരിൽ നിന്ന് ആ ടാങ്കർ ലോറിയിൽ അടിച്ചു മാറ്റി കൊണ്ടുവന്നല്ലയോ? ശരിയാ. എന്നാ പിന്നെ ഇതൊക്കെ അങ്ങ് പുലിമുട്ടി കൊണ്ട് വച്ചാലോടാ. അത് വേണ്ട. അതെന്നാ? അവിടെ ആ ബേബിയെയും ഗിരിഗോറിയെയും പോലെയുള്ള കഴുതകളാ. വെറുതെ അല്ലാതെ എന്റെ തലയിലോട്ട് ചക്ക വന്ന് വീണത്. അതല്ലയോ നിന്റെ ടിപ്പുവിന്റെ തേര് കെട്ടിയ കയറ്. ചക്ക കെട്ടി വെച്ചിട്ടുവാടാ അതിന്റെ വേലക്കാരി. തന്നേക്കാം. ഇതെന്നതാ ദേവസിച്ചായ തനിയൊരു കുശുകുശുപ്പ്? അതിപ്പോ പതിവാ. അല്ല ബില്ലോയെ, ഇതൊന്നും നോക്കാൻ ആരും ഇല്ലയോടി ഇവിടെ. ഇത് തന്നെ നോക്കിയേ, ബെർലിനെ നമുക്ക് ആറ്റ് നോറ്റ് കൊണ്ടുവന്ന ബെർലിൻ വാളിന്റെ കഷ്ടം. എന്നാ ചെയ്യാനാ? ഇനി ഞാൻ അമേരിക്കയിലോട്ട് പോകുമ്പോ എല്ലാം കൂടി കെട്ടിപ്പൂട്ടി വെക്കാം. ഇതൊന്ന് പിടിച്ചടാ. കെട്ടിപ്പൂട്ടി വയ്ക്കാനാണെങ്കിൽ ഇതുകൂടെ ഒന്ന് എടുത്തു വയ്ക്കണം. അവൻ ഒരുപാട് അന്വേഷിച്ച് നടന്നതാ. അപ്പൊ ശരി ബില്ലോയെ, ഞാൻ ഇറങ്ങുവാ. ഇവിടെയാണ് പാപ്പ നിങ്ങൾ പുലിമൂട്ടി കുടുംബത്തിന്റെ കല്ലറ സ്ഥാപിക്കാനുള്ള സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പള്ളിയുടെ തുടക്കത്തിൽ ഇതൊരു സായിപ്പിന്റെ കല്ലറയായിരുന്നു. ഇപ്പൊ ഫ്രീയാ. സായിപ്പിന്റെ കുടുംബമൊക്കെ പണ്ടേ കപ്പൽ കയറി കാണും. നല്ല നോട്ടം കിട്ടുന്ന സ്ഥലം. ഞങ്ങൾ ഏതെങ്കിലും വലിയ കുടുംബക്കാർക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നതാ. അതെ. പാപ്പനാ ഇപ്പൊ അതിനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കോന്നായി ഇടവകൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല കേട്ടോ. കോന്നായി വികാരി കല്ലായി അച്ഛന് ഒപ്പിടണം, അത് നിർബന്ധമാണ്. ഇത് നിസ്സാര കാര്യമല്ല പാപ്പ. ജനനമരണ കണക്കുകൾ പള്ളിയിൽ കൃത്യമായി സൂക്ഷിക്കേണ്ടതാ. ചെറിയ തിരുത്തൽ പോലും പിന്നീട് പറ്റിയല്ല, അതാ സഭാ നിയമം. ജോണിയുടെ വണ്ടിയാണല്ലോ. എന്നാ പറയാനാ? പാപ്പഞ്ചേട്ടനുണ്ടായിരുന്നോ? ഇപ്പൊ കാശുമായിട്ട് വരാമെന്ന് പറഞ്ഞൊരു ഒറ്റ പോക്ക് പോയ പാർട്ടിയാ. പിന്നെ വഴിക്ക് കണ്ടിട്ടില്ല. എന്നാ പറ്റി? ചുളയില്ലായിരിക്കും അല്ലയോ? അച്ഛൻ അടുത്ത ആഴ്ച സ്ഥലത്തിന്റെ സെറ്റ് ഔട്ട് തുടങ്ങും. പിന്നെ ഒരുമാതിരി ഞാൻ വർത്താനം പറഞ്ഞേക്കുന്നത്. എന്നാലും ജോണി വെറും 5 ഏക്കറിനകത്തിരി കൂടുതലല്ലയോ? ആണോ? ആണ്. അച്ഛോ നല്ല കണ്ണായ ഭൂമി. യോണി വില്ലകൾ വെച്ച് അങ്ങ് വിൽക്കും.
പിന്നെ വേണ്ടി ഈ പറഞ്ഞ കാര്യത്തിനൊന്നും സ്ഥലം കിട്ടിയല്ലോ കേട്ടോ. പാപ്പൻ ചേട്ടനൊന്നും മിണ്ടാത്തേ. കുതികാല് വെട്ടിയും കൂട്ടിക്കൊടുത്തും നേടിയതൊക്കെ നിലനിൽക്കൂടാ കൊച്ചനെ. അച്ഛൻ നിൽക്കുന്നോണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. സമൂഹത്തിലെ മാന്യന്മാരെ അവഹേളിക്കുന്നു. കുഞ്ഞേ, ആ ഡോറൊന്ന് തുറന്നേടാ, അച്ഛനൊന്ന് കാണട്ടെ സമൂഹത്തിലെ മാന്യനെ. ഇപ്പൊ തുറക്കാം. അമ്പട കള്ള ഇതാര് ജോയിച്ചൻ കഴുതാടിയോ? മാറി നിൽക്കാവേ അങ്ങോട്ട്. ആ ശരിയാ അച്ചോ. അച്ചോ മുനിസിപ്പൽ സെക്രട്ടറി റെസ്റ്റ് എടുക്കുക. ഇതാ കണ്ടിന്യൂ കണ്ടിന്യൂ. പാപ്പൻ ഇതെങ്ങനെ കണ്ടു? താൻ തലയിട്ടു. അതെ, പാപ്പനൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുക. വേഗം ആ സ്ഥലം പാപ്പന് കൊടുത്തോ, ഇല്ലെങ്കിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കണ്ടല്ലോ. വണ്ടി എടുക്കടാ പൊട്ട. അച്ഛൻ പറഞ്ഞത് അതിന്റെ ശരി. ഈ പുലിമുട്ടിക്കരെ ഇടവകയോട്ട് പോകാൻ അനുവദിക്കത്തില്ല എന്ന് മാത്രമല്ല, ഇവരേറ്റിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പാക്കുകയും വേണം. മിണ്ടായിരുന്നിട്ട് പോടാ. അച്ഛോ, ഇവനാരാ എന്നെ എഴുന്നേറ്റ് പോകാൻ പറയാം? ഒന്നും മിണ്ടാതിരി. ഇത് പള്ളിക്കുളമല്ല, പള്ളി കമ്മിറ്റി. അത് അവനോട് എന്നതായാലും സെമിത്തേരി നവീകരിക്കണം. ഇത് പറയ്. എന്തായാലും പുലിമുട്ടിലാല് പണം മുടക്കൂലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാട്ടുകാരുടെ 5 പൈസ മുടക്കേയില്ല. പിന്നെ ഫണ്ട് എവിടെന്നാ? എടാ ലേലം വെക്കും. ഈശോയെ, പള്ളിയോ ലേലം വെക്കാനോ? പള്ളിയല്ല, പള്ളിയുടെ സെമിത്തേരി. സെമിത്തേരിയുടെ പ്രധാന കവാടത്തിലുള്ള 10 കുഴികൾ ഈ നാട്ടിലെ പ്രമുഖരായ 10 കുടുംബങ്ങൾക്ക്. അവിടെ അവർക്ക് കുടുംബക്കല്ലറകൾ പണിയാം. ആ പണം കൊണ്ട് പള്ളി സെമിത്തേരി നമ്മൾ നവീകരിക്കും. ഇനി നിങ്ങൾ തീരുമാനിക്കുക ഈ നാട്ടിലെ വലിയ കുടുംബക്കാരാണ്. അച്ഛന്റെ ഒരു ഒടുക്കത്തെ ബുദ്ധി. അതെ, അച്ഛൻ കാണിച്ച മണ്ടത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ. അതിപ്പോ പുലിമുട്ടിക്കാലിൽ ലേലം പിടിച്ചില്ലേ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? അതിനവർക്ക് ലേലം പിടിക്കാതിരിക്കാൻ പറ്റില്ല. എത്ര ലക്ഷം മുടക്കിയും അവരാദ്യ കല്ലറ തന്നെ പിടിക്കും. അതിനവര് ഒരിക്കലേക്ക് ഇടവക മാറാൻ നിൽക്കല്ലേ. ഞാൻ ഒപ്പിട്ടാലല്ലേ അത് പറ്റൂ. അടുത്ത മാസം 10-ന് മുമ്പ് ഞാൻ അത് ചെയ്യില്ല. ലേലത്തിൽ അവർക്ക് പങ്കെടുക്കാതിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ആദ്യ കല്ലറ അവര് തന്നെ പിടിക്കും. പിന്നൊരിക്കലും പുലിമുട്ടി കുടുംബം കോന്നായി പള്ളി വിട്ടു പോകില്ല. അച്ഛന്റെ ഈ തല ഒരു തല തന്നെയാണ്. കർത്താവേ, ഈ തല അങ്ങ് തന്നെ കാത്തോളണേ. വേണ്ടേ, മാത്തക്കുട്ടി വിളിച്ചിരുന്നു. അവരുടെ ഭാഗത്തുനിന്ന് എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. കുഞ്ഞുമോൾ ഉച്ച തിരിഞ്ഞ് പറയും അവർക്ക് പറ്റുന്ന പോലെ അവരും ചെയ്യാമെന്ന്. എന്നാ പിന്നെ അഡ്വാൻസ് കൊടുക്കാനായിട്ട് അടുത്ത പരിപാടി ചെയ്യാല്ലേ? ധൈര്യമായിട്ട് ചെയ്യാച്ചാ, നമ്മുടെ പാപ്പന് വേണ്ടിയല്ലേ. നീ ജോണിയോട് ചോദിച്ചൊരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യ. അടുത്ത ദിവസങ്ങളിൽ തന്നെ വേണം. ലേലത്തിന് മുമ്പ് എല്ലാത്തിനും ഒരു നീക്കുപോക്കുണ്ടാവണം. അപ്പൊ പാപ്പനെ അറിയിക്കണ്ടേ? പാപ്പനല്ലേ ഇത് ആദ്യം അറിയേണ്ടത്. പാപ്പന്റെ ആഗ്രഹം പോലെ കല്ലറ നമ്മള് മുനിക്കിലേക്ക് കൊണ്ടുപോകല്ലേ. അത് തന്നെ. ഹലോ 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 കുഞ്ചേട്ടാ, ഹലോ. പാപ്പൻ എന്തിയേ? ഈ പെരുന്നാളെന്ന് പറഞ്ഞ എപ്പോ പോയതാ? ഞങ്ങൾ വെളുപ്പിനെ പോന്നു. പാപ്പ സമ്മതിക്കത്തില്ല. ഞാൻ ആദ്യം പാപ്പനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം. പാപ്പനത് ഇവിടെ പോയി.
മീൻ. തിരുസ്വരൂപം പള്ളി കയറിയല്ലോ, എന്നിട്ടും ആരാ മടിയടിക്കുന്നത്? പോടാ നോക്കാം, വേഗം പോടാ. ആ പുതിയ മെഡിസിൻ നോട്ട് ചെയ്തു. പ്ലീസ് ഒന്ന് പുറത്തേക്ക് നിൽക്കൂ. ദേവസി, ദേവസി, എണീച്ച്. ഇപ്പൊ എങ്ങനുണ്ട് പാപ്പന്? വലിയ മാറ്റമൊന്നുമില്ല. അച്ചോ, ഞങ്ങളുടെ പാപ്പന് എന്തെങ്കിലും പറ്റുമോ? ആരെപ്പം മരിക്കണമെന്ന് ദൈവത്തിനല്ലേ അറിയൂ ബൈലി. നമുക്ക് നമ്മുടെ പാപ്പന്റെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബൈലി, എന്താ അച്ചോ? അപ്പൊ 10-ാം തീയതിയിലെ ലേലത്തിന്റെ കാര്യം മറക്കണ്ട. ഓ പിന്നെ ലേലം ആദ്യം ഇടവ മാറാൻ സമ്മതിക്കട്ടെ. പാപ്പന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ സീരിയസ് ആണ്. പ്രായത്തിലായില്ലേ, മരുന്നുകളൊന്നും ശരീരത്തിൽ ഏൽക്കുന്നില്ല. നമുക്ക് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയാലോ? അമേരിക്കയിൽ ജോസെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പാപ്പനെ ഇവിടുന്ന് മാറ്റുന്നത് തന്നെ വളരെ റിസ്ക് ആണ്. ജീവൻ എത്ര നാൾ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റുകയില്ല. ചിലപ്പോൾ ഒരത്ഭുതം പോലെ വേഗം കണ്ണു തുറന്നേക്കാം, തുറക്കാതെയും ഇരിക്കാം. ഇതിലിപ്പോൾ എന്ത് സംഭവിക്കുമെന്നും പറയാനൊക്കത്തില്ല. എനിക്ക് തോന്നുന്നത് ചൈന എന്നതാ പറയുന്നേ? അതിപ്പോൾ പറയാതിരിക്കാനും ഒക്കത്തില്ല. എന്നതാ? പാപ്പന് അന്ത്യകൂദാശ കൊടുക്കണം. അയ്യോ അന്നമ്മച്ചി, എന്നതാ പറ്റിയേ? അന്നമ്മച്ചി, അന്നമ്മച്ചി. പാപ്പോ, പാപ്പന് പോകണം, പാപ്പൻ തന്നെ ശരിയാക്കി. കുഞ്ഞെങ്ങോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞില്ല. പാപ്പ കണ്ണു ഉറക്കു പാപ്പ, ഈ കുഞ്ഞിന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇതിനായിരുന്നു എന്നെ കൂട്ടി മുരിക്കപ്പെരുന്നാളിന് പോയത്.
പാപ്പൻ കണ്ണു ഇറക്കുന്നതും കാത്ത് ഈ കുഞ്ഞ് പുറത്ത് തന്നെ ഉണ്ടാവും. പാപ്പനൊന്നുമില്ല. പാപ്പനെ ഒറ്റയ്ക്ക് ഈ കുഞ്ഞങ്ങോട്ടും വിടത്തുമില്ല. പാപ്പൻ ഉറങ്ങിക്കോ, പാപ്പ ഉറങ്ങിക്കോ. ഇന്ന് ഞാൻ പോകും. പ്രിയങ്കരമാകും ഈ മൺമതിൽ കെട്ടിൻ മറുപുറം കാണുവാൻ. പാടെ മുഷിഞ്ഞ ജരാനരാവസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞ് പുതുജന്മമോടിയിൽ നീയൊക്കെ ഒരാണാണോടാ? നോണം കെട്ടവന്മാര്. ദേ അകത്ത് മരിക്കാൻ കിടക്കുന്നത് ആരാടാ? പാപ്പം ബാക്കി വെച്ചെടുത്തുനിന്ന് നീയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ മനുഷ്യന് വേണ്ടി ഇതുവരെ നിനക്കൊക്കെ എന്നാ ചെയ്യാൻ പറ്റി? കുടുംബസ്നേഹമില്ലാത്ത നന്ദി കെട്ടവന്മാര്. അമ്മച്ചി, പാപ്പൻ ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല. ആകെ ചോദിച്ചത് ഒറ്റ കാര്യ, മുരിക്കിലേക്ക് പോണം. അത് നമുക്ക് നടത്തണം. എടാ, പാപ്പൻ പറഞ്ഞ് ഇപ്പൊ നടക്കണം. അങ്ങേരി ലോകം മുഴുവൻ ആഗ്രഹിച്ച് നടന്നില്ലേ? ദേ ഈ തെയ്യമേ കാണത്തില്ല. ഇച്ചായാ പോളത്തെ വിളിച്ചു. ജോണി അതിരമ്പുഴയുള്ള ഗോഡൌണിലുണ്ടെന്ന്. എന്നാ വണ്ടി അങ്ങോട്ട് വിട്. ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഓക്കെ ഏട്ടായി. ജോണി, എന്തിനാ നിന്റെ ജോണി? എടാ ജോണി, എന്നെ പരിപാടിയാ കാണിക്കുന്നത്? എത്ര പ്രാവശ്യമായിട്ട് വിളിക്കാൻ വിളിച്ചു ഒരുപാട് വന്നു. നീ കാര്യം പറയടാ ബേബി. ഒരിക്കലെ പാപ്പന്റെ സ്ഥലം ഞങ്ങൾക്ക് തന്നെ വേണം. അത് പാപ്പന്റെ അവസാനത്തെ ആഗ്രഹം. ആ ജോണിക്ക് അറിയാമല്ലോ. ഇന്നാ 1 കോടി ക്യാഷ് അഡ്വാൻസ്. സ്ഥലത്തിന്റെ വില ജോണി നിശ്ചയിക്കും പോലെ ഞങ്ങള് പുലിമുട്ടുകാര് എല്ലാത്തിനും ഓക്കെയാ. അപ്പൊ ശരിക്കും നിങ്ങളതങ്ങ് വാങ്ങാൻ തന്നെ തീരുമാനിച്ചു? ഞങ്ങളുടെ പാപ്പൻ മരിക്കാൻ കിടക്കുമ്പോ ഇവിടെ വന്ന് നാടകം കളിക്കണോ ജോണി? പറഞ്ഞ പണം ഞങ്ങൾ തരും, പക്ഷെ സ്ഥലം അത് പുലിമുട്ടിൽ കുടുംബത്തിന്റെ തന്നെ ആവണം. എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് ഇവരുടെ കൊടുത്തേക്കാം. അതെ, ഈ സിനിമയിലൊക്കെ കാണുന്ന ഒരു സ്ഥിരം ജീൽ ഡയലോഗാ. എന്നാലും പറയുക 25. അത് മതി ജോണിക്ക്. 50 ജോണിച്ച് ചുമ്മാ പറഞ്ഞ പാപ്പൻ ചേട്ടന്റെ സ്ഥലം പാപ്പൻ ചേട്ടന്റെ പേരിൽ ഇന്ന് എഴുത്തരും ജോണി. അത് പക്ഷേ നിങ്ങളൊന്നും കണ്ടിട്ടല്ല.
പാപ്പൻ ചേട്ടൻ മുറ്റ അല്ലെങ്കിൽ പിന്നെ ഞാൻ ചത്ത് മേളിൽ ചെല്ലുമ്പോ പുള്ളിക്കാരൻ എന്നെ വെറുതെ വിടുവോ? ഇല്ലില്ല ഏ? ആ